നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ നമ്മുടെ വിഷയം ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമുക്ക് എങ്ങനെയാണ് ഉണക്കമുന്തിരി കഴിക്കേണ്ടത്, ഏത് എമൗണ്ടിലാണ് നമ്മളത് എടുക്കേണ്ടത്, അതുപോലെ നമുക്ക് നിറം കൂട്ടാൻ വേണ്ടിയിട്ടും പ്രായം കുറവായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടും ഏതൊക്കെ ഫേസ് പാക്കുകൾ നമുക്ക് ഇത് യൂസ് ചെയ്തതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോ ലാസ്റ്റ് വരെയും കാണണം. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉണക്കമുന്തിരി എന്ന് പറയുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളത് തന്നെയാണ്. പണ്ട് മുതൽക്കേ നമ്മൾ യൂസ് ചെയ്ത് പോരുന്നതാണ്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അത് നമുക്ക് ഫലം നൽകുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനും ഇതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരിക്ക് ഒരുപാട് പങ്കുണ്ട്. കാരണം ഇതിൽ തന്നെ ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആന്തോകൈനിൻ, ഫ്ലെവനോയിഡ്സ്, റെസിവെട്രോൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇവയിലൊക്കെ തന്നെ നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ എമൗണ്ടിൽ കഴിക്കുന്നതിലൂടെ നമ്മുടെ പ്രായം ചെറുപ്പമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിന് കൂടുതലും പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ എടുക്കേണ്ട ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കറുത്ത ഉണക്കമുന്തിരിയാണ് എടുക്കേണ്ടത്. അതാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് സ്കിന്നിന് മാത്രമായിട്ടല്ല പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു രക്തശുദ്ധീകരണമാണ്. നമ്മളുടെ ഒരു സ്കിന്നും ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് രക്തശുദ്ധീകരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന രക്തത്തിലുള്ള അമിതമായിട്ടുള്ള ടോക്സിൻസ് പെട്ടെന്ന് കാണുന്നത് നമ്മുടെ സ്കിന്നിനാണ്. അപ്പോൾ രക്തശുദ്ധീകരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രക്തം നമുക്ക് കൂടുകയും ചെയ്യണം. അതായത് HB ലെവൽ കുറവായിട്ടുള്ള ആൾക്കാരിലേക്ക് അവരുടെ സ്കിൻ പൊതുവെ ഡള്ളായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്കിന്നിൽ സ്വാഭാവികമായിട്ട് വരാറുണ്ട്. പക്ഷെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും HB ലെവൽ നമുക്ക് നാച്ചുറലായിട്ട് കൂട്ടുകയും അതുവഴി നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഉണക്കമുന്തിരി കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ആൾക്കാരാണ് ഇത് കഴിക്കേണ്ടതെന്ന് പറയാം. 6 മാസത്തിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ 1 സ്പൂണ് ഈ ഒരു ഉണക്കമുന്തിരിയുടെ നീര് മാത്രമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇനി അത് പ്രായം കൂടുന്ന അനുസരിച്ച് അവർക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി 15 വയസ്സിന് മുകളിലേക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെടുക്കേണ്ട അളവ് 1 പിടി ആണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മൾ കൈ ചുരുട്ടി പിടിച്ചാൽ ഒതുങ്ങുന്ന, അതിനുള്ളിൽ ഒതുങ്ങുന്ന എമൗണ്ടിലുള്ളത് മാത്രമാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഏകദേശം ഒരു 2 സ്പൂണ് മാത്രമാണ് നമ്മൾ ഉണക്കമുന്തിരി കഴിക്കേണ്ടത്. ഒരു 10 തൊട്ട് 15 എണ്ണം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 തൊട്ട് ഒരു 15 എണ്ണം വരെയാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട ഈ ഒരു ഉണക്കമുന്തിരിയുടെ അളവ്. ഇതിൻ്റെ അളവ് കൂടുതലായിട്ടും കഴിക്കാൻ പാടില്ല. കാരണം ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത് അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നതിലൂടെ, അതുപോലെ നമുക്കിതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉണ്ട്. പ്രമേഹ രോഗമൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഈ ഒരു ഉണക്കമുന്തിരി കൂടിയ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ഗ്ലൂക്കോസ് സ്പൈക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പം അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഞാൻ ഈ പറയുന്ന അളവിലും കുറച്ചായിട്ടുള്ള രീതിയിൽ, അതായത് ഏകദേശം ഒരു 5 എണ്ണമൊക്കെ നിങ്ങൾ ദിവസവും കഴിച്ചാൽ മാത്രം മതി. ബാക്കി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ, അതായത് ഏകദേശം 10 തൊട്ട് ഒരു 15 എണ്ണം വരെയാണ് നമ്മൾ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യേണ്ട ഉണക്കമുന്തിരിയുടെ കണക്ക്. ഇത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതിലും കുറവായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറയാം. ഒന്ന്, ഇത് നമുക്ക് ഉള്ളിൽ ഇൻടേക്ക് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പുറമേ നമുക്ക് പുരട്ടാനും സാധിക്കുന്നതാണ്. ആദ്യം ഉള്ളിൽ ഇൻടേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഇത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുക്കുക. ഉപ്പിട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തതിന് ശേഷം നിങ്ങളിത് ഏത് വെള്ളത്തിലാണ് നിങ്ങൾ കുടിക്കുന്നത് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ഉണക്കമുന്തിരി ഇട്ട് വെക്കുക. എന്നിട്ട് ഇത് ഓവർനൈറ്റ് നിങ്ങൾ വെക്കുക, രാത്രി മുഴുവനായിട്ടും വെച്ച്. പിന്നെ രാവിലെ ഇത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് സ്ക്വീസ് ചെയ്യുക, കൈകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ ഒരു ഉണക്കമുന്തിരിയുടെ ആ ഒരു എല്ലാം കൂടിയിട്ടുള്ള പൾപ്പും അതുപോലെ ആ ചാറും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടത്. ഇങ്ങനെ കുടിക്കുന്നതിലൂടെ പല ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ്. പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, നമുക്ക് രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങി വരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് വളരെയധികം ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രമേഹ രോഗമുള്ളവർക്ക് മാത്രമാണ് അവർ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്നത് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ജ്യൂസായിട്ടുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ 1 സ്പൂൺ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. 6 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 3 തൊട്ട് 4 സ്പൂൺ വരെയാണ് ഈ ഒരു ജ്യൂസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാക്കാൻ വേണ്ടിയിട്ടും എല്ലിൻ്റെ പല്ലിൻ്റെ ആരോഗ്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് പുറമേ പുരട്ടാവുന്നതാണ്. അപ്പോൾ ഇത് പുറമേ പുരട്ടുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സൺ ടാൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള ഡസ്റ്റ്, പുറത്തുണ്ടാകുന്ന പൊല്യൂഷൻസ് ഒക്കെ നമുക്ക് നിറഞ്ഞ് നമ്മുടെ പോർസ് ഒക്കെ അടഞ്ഞു വരിക, നമുക്ക് മുഖക്കുരു ഇടയ്ക്കിടെ വരിക, നമുക്ക് പല പാടുകൾ മാറാതെ വിട്ടുമാറാത്ത പാടുകളൊക്കെ വരിക, ഇങ്ങനെയുള്ളതിനൊക്കെ ഇത് ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിലി സ്കിൻ ടൈപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്നത് എപ്പോഴും ഓട്സ് പൊടിയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഓട്സ് നല്ല രീതിയിൽ പൊടിച്ചിട്ട് വെക്കുക. നന്നായി പൊടിച്ച് വെച്ചിട്ട് ഈ ഒരു ഓട്സിലേക്ക് 1 സ്പൂണ് ഇതേപോലെ പൾപ്പ്, അതായത് ഒരു 5ഓ 6ഓ ഈ ഒരു ഉണക്കമുന്തിരി ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അപ്പോൾ ഈ പിഴിഞ്ഞിട്ടുള്ള ജ്യൂസ് എടുത്തിട്ട് ആ ഒരു നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. 1 സ്പൂൺ ആഡ് ചെയ്യുക. അതിലേക്ക് തന്നെ 1 സ്പൂണ് തക്കാളിയുടെ നീര്, ഇതിലേക്ക് തന്നെ 1 സ്പൂണ് തക്കാളിയുടെ നീരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്യണം. ഇത്രയും ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഓട്സിൻ്റെ പൊടി, അതുപോലെ ഉണക്കമുന്തിരിയുടെ ഒരു 5ഓ 6ഓ ഉണക്കമുന്തിരിയുടെ നീര് മാത്രം, ചാറ് മാത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് നമുക്ക് തക്കാളിയുടെ നീര് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, സ്കാർസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ, ഏജിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഫലപ്രദമായിട്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ഉള്ളിൽ കുടിക്കുകയും അതുപോലെ പുറമേ പുരട്ടുകയും കൂടി ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 1 സ്പൂണ് മുൾത്താനി മിട്ടി എടുക്കുക. മുൾത്താനി മിട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് അരിപ്പൊടി എടുക്കാവുന്നതാണ്. അതും ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ്. ഏതാണെങ്കിലും 1 സ്പൂണ് മാത്രം എടുക്കുക. അതിലേക്ക് ഈ മുന്തിരിയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു അതിനകത്തേക്ക് തന്നെ റോസ് വാട്ടറും കൂടി ഇട്ട്, അതായത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിലുള്ള റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇടുന്നതിലൂടെയും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കും ഇതേപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുൾത്താനി മിട്ടിയും റോസ് വാട്ടറും അതുപോലെ ഉണക്കമുന്തിരി മാത്രമായിട്ട് അതിൻ്റെ ഫേസ് പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നോർമൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫേസ് പാക്സ് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വ്യത്യാസം വരുന്നതാണ്. പലർക്കും ഒരു പ്രശ്നങ്ങൾ പറയാറുണ്ട്, നമുക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമായിട്ട് തടിപ്പോ അല്ലെങ്കിൽ സ്കിന്നിന് തൂങ്ങി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പൾപ്പ്, നീര് മാത്രമായിട്ട് എടുത്തിട്ട് ഈ ഒരു കണ്ണിന് ചുറ്റും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ നല്ലതാണ്. അതിൽ വേറെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ്. അതുപോലെ ഇത് ഉള്ളിൽ കഴിക്കുന്നതിലൂടെയും ഈ ഒരു പ്രശ്നങ്ങൾ, ആൻറ്റി ഏജിങ് പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് സ്കിന്ന് ഉണക്കമുന്തിരിയിലൂടെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.